എല്ലാ വീട്ടിലും കാണൂലേ റമദാൻ്റെ മുമ്പായിട്ടൊരു നനച്ചുളി പരിപാടി. നമുക്കും അത് ചെയ്യണം. അപ്പോൾ ഇല്ലൂബി ഉറങ്ങുമ്പോൾ മാത്രമേ അതിന് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ അവളെ കിടത്തി ഉറക്കി ആ റൂമിൻ്റെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. കുറേ സംഭവങ്ങൾ ഒതുക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പം മാറാലയൊക്കെ തട്ടി ജനാലൊക്കെ തുടച്ച് കഴിയുമ്പോൾ ഇല്ലൂബി ആണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് നീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൈയും കാലൊക്കെ വാഷ് ചെയ്തിട്ട് ഈ മാക്സിയും കൂടെ മാറ്റിയിട്ട് വേണം അവൾക്ക് ഫീഡ് ചെയ്യാൻ. ഹോളും സിറ്റൗട്ടും മാക്സിമം ഇന്നെ ചെയ്ത് തീർക്കണം എന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ആൾ ഉണരുന്നതിൻ്റെ മുമ്പായി നമ്മൾ പെട്ടെന്ന് പരിപാടി നോക്കുകയാണ്. കുറച്ച് പോർഷൻ എടുത്തിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തുടക്കേണ്ട സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് തുടച്ചെടുക്കുകയാണ്. ബേബി ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം നമ്മൾ നനച്ചുളി ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് സൺഡേ ആയിരിക്കും ലീവ് ഉണ്ടാവുക, പിന്നെ സെക്കൻഡ് സാറ്റർഡേ ലീവായിരിക്കും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എന്നും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്ര പൊടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇല്ലൂബി ഉണ്ടാവുകൊണ്ട് നമുക്ക് ഇതിനൊന്നും കുറേ ടൈം നിൽക്കാൻ പറ്റില്ല. കാരണം അവൾക്ക് എപ്പോഴാണ് വാശി പിടിക്കാമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ അവളുടെ ഡ്രസ്സും കളിപ്പാട്ടങ്ങളും ഇഷ്ടംപോലെ ഇവിടെ വലിച്ച് വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ഒരു പുതപ്പ് വിരിച്ചിട്ട് അതിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ. പിന്നെ ഞാൻ അവളുടെ കുറേ ഡ്രസ്സും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടെ ഒരു കവറിൽ വാരിക്കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒക്കെ കൂടെ ഒരുമിച്ച് ലാസ്റ്റിന് മടക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ എന്തായാലും ആൾക്കൊരു വാർഡ്രോബ് നിർബന്ധമാണ് കേട്ടോ. അവളുടെ എല്ലാ ഡ്രസ്സും കൂടെ പോകണമെങ്കിൽ എന്തായാലും വാങ്ങിച്ചേ പറ്റുള്ളൂ. പിന്നെ കണ്ടില്ലേ, ഈ സെറ്റിൽ മുഴുവൻ നിറച്ച് അവളുടെ കളിപ്പാട്ടം പെട്ടിയിലാക്കി വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കി വെക്കണം. പിന്നെ ആളെന്തെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി അപ്പോഴേക്കും എണീക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അവൾ എണീറ്റാൽ പിന്നെ എനിക്കിതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഫീഡ് ചെയ്യാൻ. ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം മാക്സിമം ശബ്ദമൊന്നും ഉണ്ടാക്കാതെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ വലിയ ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാട്ടോ. നല്ല സ്പേസ് പോകുന്നുണ്ട്. കഴിയുന്നതും ഒരു 2-3 പെട്ടിയിലാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വാർഡ്രോബ് വരുന്നത് വരും, എന്തായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് അടിച്ച് വാരാണ് കേട്ടോ ചെയ്യുന്നത്. ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒതുക്കി വെച്ചിട്ടില്ല. എന്നാലും വാർഡ്രോബ് വരുന്നവരെ ഇതിങ്ങനെ തന്നെ ഇരിക്കുമായിരിക്കും. അത് വരാതെ നമുക്കൊരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വേണം അത് വാങ്ങിക്കാൻ പോവാൻ. അതുവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ സിറ്റൗട്ടിലേക്കാട്ടോ നിൽക്കുന്നത്. കുറേ ആയിട്ട് ഇവിടെ 2 പോട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പോട്ടിലെ ചെടികളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിൽ ചെടിയും കാര്യങ്ങളൊന്നും നട്ടുപിടിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈ സിറ്റൗട്ടിൻ്റെ ജനാലയൊന്നും തുടച്ചിട്ട് ഒരു കാര്യമില്ല. റോഡ് സൈഡിലാവുമ്പോൾ എങ്ങനെയായാലും നല്ല പൊടി പിടിക്കും കേട്ടോ. ഇതിപ്പം നമ്മൾ തുടച്ചാലും നാളെ ഈ നേരം ആകുമ്പോഴേക്കും അങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നാലും നനച്ചുള്ളിയാകുമ്പോൾ നമുക്കിതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെല്ലാതും ചെയ്ത് തീർക്കണ്ടേ. പിന്നെ ഇത് കണ്ടോ, നമ്മളെ മെയിൻ ഡോറുമ്മ ഇവിടെ ഒരു എന്തോ ഒരു സംഭവം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കടന്നില എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് കുത്തി ഇളക്കാട്ടോ ചെയ്യുന്നത്. നല്ല മണ്ണ് കട്ടയാണ്. അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ നിലമൊക്കെ ക്ലീനാക്കി സിറ്റൗട്ടിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഹോളിൻ്റെ നിലം കൂടെ ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ വരുന്നത്. പിന്നെ നാളെയാണ് നമ്മളുടെ റൂം ക്ലീൻ ചെയ്യാൻ കരുതിയിട്ടുള്ളത് കേട്ടോ. കാരണം അവിടെ എന്തായാലും ഇല്ലൂബി ഉറങ്ങണം കേട്ടോ. അവിടെ എന്തായാലും ഇപ്പോൾ ക്ലീൻ ചെയ്യൽ നടക്കില്ല. സ്റ്റെയർ കേസിൻ്റെ കമ്പികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്യേണ്ട ഡ്രസ്സാണ്. അതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. സ്റ്റെയറിൻ്റെ പണി കൂടെ കഴിഞ്ഞാൽ നാളെ റൂമിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ മോർണിംഗ് ആണ് കണ്ടോ. ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വാരി പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമ്മളതിന് പെട്ടെന്ന് വലിക്കും. അപ്പോൾ മടക്കി വെച്ചതും കൂടെ താഴേക്ക് വീഴും. മടക്കി വെക്കേണ്ട ഡ്രസ്സ് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കർട്ടനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ നമ്മൾ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമ്മുടെ ഇല്ലൂബിൻ്റെ തൊട്ടിൻ്റെ കമ്പിയിൽ എന്തെങ്കിലും ഡ്രസ്സ് തൂക്കി വെക്കും കേട്ടോ. അതെന്തായാലും നമ്മൾ മാറ്റാൻ പോണില്ല. പിന്നെ നമ്മൾ കട്ടിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്യുക, ജനാലയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. ഇല്ലൂബി ഇപ്പോൾ ബാബാൻ്റെ കൂടെ പുറത്ത് പോയതാണ് കേട്ടോ. അവൾ വരുന്നതിന് മുമ്പ് എന്തായാലും ഒരു 2 മണിക്കൂർ കൊണ്ടെങ്കിലും റൂമിൻ്റെ ക്ലീനിങ് കഴിക്കണം എന്നാട്ടോ വിചാരിക്കുന്നത്. നടക്കുമോ എന്നറിയില്ല കേട്ടോ. കാരണം നന്നായി പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇനി ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ ഷെൽഫും കാര്യങ്ങളും പുറമൊക്കെ നേരാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് അവൾ ഉറങ്ങിയിട്ട് എന്തായാലും രാത്രി മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. അവിടേക്ക് നന്നായി ചപ്പും ചവറും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അവിടേക്ക് ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തു. പിന്നെ നേരെ നമ്മൾ ജനാലിൻ്റെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇടുകയാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അത്രേ വരുന്നുള്ളൂ. പിന്നെ അവർ വന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളുടെ തൊട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ നനച്ചുള്ളി എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാത്റൂമും കൂടെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.